വയനാട്ടിൽ യുവാവിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായി. സുൽത്താൻ ബത്തേരി ചെതലയം സ്വദേശി രമേശനെയാണ് കടയിൽ പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാട്ടാന ആക്രമിച്ചത്. ഇയാളെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഏട്ടൻ രാത്രി മേലെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഒരു 8:30 ആ സമയം. അത് സൈഡിൽ ആന നിൽക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ കണ്ടില്ല. അങ്ങനെ വന്ന് പെട്ടെന്ന് തട്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ അവിടെ ഒറ്റയ്ക്ക് ചെളിയും ഇതായിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ആന അവിടെ തന്നെ നിൽക്കുകയായിരുന്നു, പോയിട്ടൊന്നുമില്ല. വേറെ ഒരു വീട്ടിൽ മേലെ പോയിട്ട് അവിടെ വണ്ടി തിരിച്ച് പിന്നെ അവിടെ നിന്ന് മാമനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വാരിയെല്ലാം ചെറിയൊരു പൊട്ടലുണ്ട്, പിന്നെ കണ്ണിൻ്റെ മേലായിട്ട് ഒരു സ്റ്റിച്ചുണ്ട്, പിന്നെ കാലിന് മുറിയുണ്ട്. ദീപക് മോഹൻ, ദീപക് എന്താണ് സംഭവിച്ചത്? നികേഷ് കുമാർ, ഇന്നലെ രാത്രിയാണ് വയനാട് സുൽത്താൻ ബത്തേരി ചെതലയത്ത് വെച്ച് ഈ രമേശൻ എന്ന ആദിവാസി യുവാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വൈകിട്ടോടുകൂടി കടയിലെത്തി തിരികെ ബന്ധുവീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇരുട്ടിൽ മറഞ്ഞു നിന്ന ആനയെ ഈ രമേശൻ കണ്ടില്ല. തുടർന്ന് ആന ഓടി അടുക്കുകയും തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. ഈ തുമ്പിക്കൈയുടെ അടിയേറ്റ് നിലത്ത് വീണ രമേശനെ വീണ്ടും കാട്ടാന ആക്രമിക്കാനായി ശ്രമം നടത്തി. ഇതേ സമയമാണ് ഈ രമേശന്റെ സഹോദരൻ രതീഷ്, ഓട്ടോ ഡ്രൈവറായ രതീഷ് ആ വഴി വരികയും ആന ഈ രമേശനെ, നിലത്ത് വീണ് കിടക്കുന്ന രമേശനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്തത്. പിന്നീട് രതീഷ് വാഹനത്തിന്റെ ഹോൺ തുടരെ മുഴക്കിയതിനു ശേഷമാണ് കാട്ടാന ഈ രമേശനെ ഒഴിവാക്കി തൊട്ടടുത്ത കൃഷിയിടത്തിലേക്ക് മാറിപ്പോയത്. ആന അല്പദൂരം മാറിയ സമയത്താണ് രമേശന്റെ സഹോദരനായ രതീഷും അടുത്തുണ്ടായിരുന്ന മറ്റ് പ്രദേശവാസികളും ചേർന്ന് ഈ രമേശനെ വാഹനത്തിൽ കയറ്റി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ രമേശൻ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് മാറ്റി വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടത് വാരിയലിൽ 3 വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. അതോടൊപ്പം ഇടത് കണ്ണിന്റെ പുരികത്തിനും തുന്നലുകളുണ്ട്. കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് രമേശൻ ഒഴിവായത്. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ഉള്ള സ്ഥലമാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഈ മേഖലയിൽ കൂടുതൽ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനായി കൂടുതൽ ഈ വേലികളും അതുപോലെ തന്നെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായത്. ഏതായാലും ഇയാളെ ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നികേഷ്, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ.